ബീഹാർ തൂത്തുവാരിയിരിക്കുകയാണ് BJP അല്ലെങ്കിൽ NDA സഖ്യം. ഇപ്പോൾ പ്രേക്ഷകരൊക്കെ എല്ലാ ചാനലുകളിലേക്ക് മുന്നിലായിരിക്കും. കാരണം ഇന്ന് ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലമാണ് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. 6-ാം തീയതിയും 11-ാം തീയതിയും. നവംബർ 14-നാണ് ഫലം വരുന്നത്. ഇപ്പോൾ ഫലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ NDA 157, പിന്നെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം 82, മറ്റുള്ളവർ 4. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 10 മണിയോടുകൂടി ഇതിന്റെ കൃത്യമായ ഒരു വിശദാംശങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് നമ്മൾ എല്ലാ ചാനലുകളും നോക്കി പോകുമ്പോൾ ഈ ചാനലുകൾക്ക് BJP ജയിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയും ഒരു പ്രശ്നങ്ങളുമാണ്. സ്വാഭാവികമാണ്, നമുക്കതിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം H-ഫയലുമായി രാഹുൽ ഗാന്ധി വന്നു, പക്ഷേ അടപടലം പെട്ടുപോയി അല്ലെങ്കിൽ ചീറ്റിപ്പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. H-ഫയൽസ് ബീഹാറിൽ ഏറ്റില്ല എന്നുള്ളതാണ്. ഒരുപാട് നാടകീയ സംഭവങ്ങൾ ബീഹാർ തിരഞ്ഞെടുപ്പിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ആ നാടകീയ സംഭവങ്ങൾക്കൊക്കെ ഒടുവിൽ താമരപ്പാടം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. പിന്നെ അരുൺകുമാർ, റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ, ഈ ഇലക്ഷൻ മത്സരമാണല്ലോ ചാനലുകൾ തമ്മിൽ, ആരാണ് ആദ്യം പറയുന്നത്, എന്ത് പിന്നെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാം, എന്ത് ഉളുപ്പില്ലായ്മ വിളിച്ചു പറയാം എന്നൊക്കെയുള്ളതിൽ ആരാണ് നമ്പർ 1 എന്നാണ് പല ചാനലുകളും ഇപ്പോൾ നോക്കുന്നത്. ഏഷ്യനെറ്റ് ഇപ്പോഴും അവിടെ പഴയ രീതിയിൽ തന്നെയാണ്, വളരെ മാന്യമായിട്ട് തന്നെയാണ് അവര് ഈ എല്ലാ ഫലപ്രഖ്യാപനങ്ങളും അവർ പറഞ്ഞു പോകുന്നത്. ആക്രോശങ്ങളും നിലവിളികളും ബഹളങ്ങളും ഒന്നുമില്ല. പറയേണ്ട രീതിയിൽ തന്നെ പറഞ്ഞു പോകുന്ന ഒരു രീതി പണ്ടേ ഉണ്ട്. അതിപ്പോഴും അവർ ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. മറ്റു പല ചാനലുകൾ, അപ്പൊ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ എന്താണ് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അരുൺകുമാറിന്റെ ഒരു വല്ലാത്ത കരച്ചിൽ അവിടെ എനിക്ക് കാണാൻ സാധിച്ചത്. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് ചോദിച്ചാൽ, ബീഹാറിൽ NDA സഖ്യം വിജയിക്കും. എന്തുകൊണ്ടാണ്? നിതീഷ് കുമാർ ഉള്ളത് കൊണ്ടാണ്. നിതീഷ് കുമാർ ഇല്ലായിരുന്നെങ്കിൽ BJPയുടെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് അരുൺകുമാർ ചോദിക്കുന്നത്. നിതീഷ് കുമാർ ഉള്ളത് കൊണ്ടാണ്, JDU സഖ്യം ഉള്ളത് കൊണ്ടാണ് ബീഹാറിൽ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോ അതുകൊണ്ട് പല്ല് കൊഴിഞ്ഞൊരു സിംഹമാണ് നിതീഷ് കുമാർ. നിതീഷ് കുമാറിനെ വെച്ചാണ് BJP വിജയിക്കുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയം അരച്ച് കലക്കി കുടിച്ച ഒരാളാണ് അരുൺകുമാർ എന്നാണ് പലരും പറയുന്നത്. എനിക്കറിയില്ല, അദ്ദേഹം ആദ്യമൊക്കെ അദ്ദേഹം നന്നായിട്ട് പിന്നെ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തോടെ പറയാനുള്ളത്, നരേന്ദ്രമോദിയെ കണ്ടിട്ടല്ല BJP എന്ന് പറയുന്ന സംഘടന നിൽക്കുന്നത്. ഏത് സംഘടനയാണെങ്കിൽ, രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടാണോ കോൺഗ്രസ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. സോണിയാഗാന്ധിയെ കണ്ടിട്ടാണോ? അല്ല. ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ടാണോ? അല്ല. ഏറ്റവും മികച്ച പ്രവർത്തകർ വരുമ്പോൾ ആ പാർട്ടി ഏറ്റവും മികച്ച രീതിയിലേക്ക് പോകും. പിണറായി വിജയനെ കണ്ടിട്ടാണോ CPM നിൽക്കുന്നത്? പിണറായി എന്ന് പറയുന്ന ഒരു പിന്നെ ഏകാധിപതിയായ ഒരു നേതാവ് ഇല്ലാണ്ടായാൽ, VS ഇല്ലാണ്ടായപ്പോ ഭരിക്കാൻ പിണറായി ഉണ്ട്. പിണറായി ഇല്ലാണ്ടായാൽ അടുത്ത ആളുണ്ടാകും. നരേന്ദ്രമോദി ഇല്ലാണ്ടായാൽ അടുത്ത ആളുണ്ടാകും. നിതീഷ് കുമാർ ഇല്ലാണ്ടായാൽ അടുത്ത ആളുണ്ടാകും. യോഗി ഇല്ലാണ്ടായാൽ അടുത്ത ആളുണ്ടാകും. ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒരു പാർട്ടി എന്ന് പറയുന്നത്. എൻ്റെ ചെറിയ വിവരം വെച്ച് ഞാൻ പറയുന്നതാണ്. ഒരാളിൽ ഒതുങ്ങുന്നതല്ല ഒന്നും എന്ന് പറയുന്നത്. ഒരാൾ പോയാൽ അതങ്ങ് ഇല്ലാതാകും എന്നുള്ളത് ചിലരുടെ ബുദ്ധിയില്ലായ്മ മാത്രമാണ്. ഒരാൾ പോയാൽ അടുത്തയാൾ വരും ആ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ അടുത്തയാൾ നയിക്കാനുണ്ടാകും എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. കഴിഞ്ഞ 3 ടേമിൽ ഇന്ത്യ ഭരിക്കാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്നുള്ളത് ആ പാർട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഈ ബോംബുകളൊക്കെ ചീറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന് നയിക്കാൻ അറിയില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ്. അതുകൊണ്ടാണ് BJP ഇങ്ങനെ വച്ചടി. അദ്ദേഹത്തിന്റെ പിന്നെ പൊട്ടബുദ്ധിയും അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മയുമാണ് BJPയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത്. അതാണ്. അതുപോലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അസൂയയും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഈ വല്ലാത്തൊരു ഫ്രസ്ട്രേഷനും ഒക്കെ BJP ജയിക്കുമ്പോൾ ഉണ്ടാകുന്നതിനോട് കാണിക്കാൻ കഴിയില്ല. അതിനിടയ്ക്ക് അരുൺകുമാർ പറയുന്നുണ്ട്, തനി CPM-കാരനാവുകയാണ്. അപ്പോൾ സുജയും അങ്ങനെ തന്നെയാണ്. അവിടെ നിങ്ങൾ CPM-കാരും BJP-കാരും അല്ല, നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണെന്ന് ആദ്യം മനസ്സിലാക്കൂ. അത് ആദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കൂ. ഒരു സീറ്റെങ്കിലും BJPക്ക് പിന്നെ ഉണ്ടാക്കാൻ കാണിക്കും. അതെന്തിനാണ് നിങ്ങൾ പറയുന്നത്? BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അവരുണ്ടാക്കട്ടെ. കോൺഗ്രസിന് ഭരിക്കാൻ കഴിയും. നിങ്ങൾ കോൺഗ്രസിന്റെ പിന്നെ മണ്ഡലം സെക്രട്ടറിയോ നേതാവോ അല്ല. BJPയുടെ പിന്നെ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ BJPയുടെ അധ്യക്ഷനോ അല്ല. പിന്നെ കോൺഗ്രസിന്റെ ആരുമല്ല നിങ്ങൾ. കോൺഗ്രസ് സ്മൃതി പരുത്തിക്കാടിന് അടക്കമുള്ളവരോട് പറയുകയാണ്, അല്ലെങ്കിൽ മറ്റ് ചാനലുകളിലും നിങ്ങൾ ആരും ഓരോ പാർട്ടിക്കാരുടെ പിന്നെ ശിങ്കിടികളല്ല.
നിങ്ങളൊക്കെ വാർത്ത പറയാനിരിക്കുന്നവരാണ്, നിങ്ങൾ പറയുന്ന വാർത്ത കേൾക്കാനിരിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അവിടെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം കാണിച്ചിട്ട് കോൺഗ്രസ് ജയിക്കുന്നില്ല, അല്ലെങ്കിൽ മഹാസഖ്യം ജയിക്കുന്നില്ല, BJP ഒരു സീറ്റെങ്കിലും ഒന്ന് ഉണ്ടാക്കി കാണിക്കുക, BJP 21 സീറ്റ് എന്നല്ലേ എന്ത് നാണം കെട്ട പരിപാടിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങളെ കാണാനിരിക്കുന്ന ഓരോ ജനങ്ങളുമുണ്ട്. ഇതുകൊണ്ടാണ് ജനങ്ങളൊക്കെ ഓൺലൈൻ മീഡിയ ആശ്രയിക്കുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അവിടെയും രാഷ്ട്രീയമുണ്ട്. ചില ആളുകൾക്ക് വളരെ തീവ്രമായ രാഷ്ട്രീയമുണ്ട്. അത് അവരുടെ കാര്യമാണ്. അത് കുറെ ആളുകൾ കുറെ നാള് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും തീവ്ര രാഷ്ട്രീയത്തെ. കുറച്ച് നാൾ കഴിയുമ്പോൾ അവരത് മാറി മറ്റേ നിഷ്പക്ഷമായ പല കാര്യങ്ങളിലേക്ക് അവർ പോകുമെന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ചത് മാധ്യമ പ്രവർത്തനമാണ്. BJPയുടെ അജണ്ടയോ CPMന്റെ അജണ്ടയോ കോൺഗ്രസിന്റെ അജണ്ടയോ അല്ല. അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്താ പറയുക, CPM തോൽക്കുന്നിടത്ത് വല്ലാത്തൊരു സങ്കടം, BJP ജയിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം, കോൺഗ്രസ് ജയിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത്? മനസ്സിലാകാത്തോണ്ട് ചോദിക്കുകയാണ്. എന്തായാലും ഈ ഒരു ഉളുപ്പില്ലായ്മയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇതിനിടെ താഴെ കുറെ കമന്റുകൾ വരുമായിരിക്കാം, അതൊന്നും നോക്കുന്നില്ല. പക്ഷെ ഇതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇപ്പോ NDA ബീഹാറിൽ 157 സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക്, അതായത് മഹാസഖ്യത്തിന് 82, മറ്റുള്ളവർക്ക് 4. ബീഹാറിൽ വോട്ട് കൊള്ള ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തുന്നുണ്ട്. സ്വാഭാവികമാണ്, കോൺഗ്രസിന് വല്ലാത്തൊരു പിരിവെട്ടിയിരിക്കുന്ന സമയമാണ്. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രാഹുൽ ഗാന്ധി അവിടെ മാക്സിമം പണിയെടുത്തു, പക്ഷേ പണിയെടുത്തത് ഫലം കണ്ടില്ല എന്നുള്ളതാണ്. അതായത് BJP മുന്നിലെത്തുമ്പോൾ മാത്രമാണ് ഇവർ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. BJP 73, JDU 70, LJP 10, ബാക്കിയുള്ളവർ 4, അങ്ങനെയാണ് പോകുന്നത്. അപ്പോ NDA തൂത്തുവാരി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിൽ മാറ്റമില്ല. ബീഹാറിൽ ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ് NDA. പിന്നെ ആ ഒരു ലീഡ് കേവല ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ് NDA. കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് കടന്നിരിക്കുകയാണ്. ബഹുദൂരമാണ് NDA മുന്നിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP ബീഹാറിൽ മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP ആസ്ഥാനത്തെ രസഗുളകളൊക്കെ വെച്ചുകൊണ്ട് വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ നിതീഷ് കുമാറിന്റെ വീടിന് മുന്നിൽ ഒരു പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. കടുവയുടെ ശൗര്യം കുറഞ്ഞിട്ടില്ല, പല്ല് കൊഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. BJP കോൺഗ്രസിന് 14 സീറ്റിൽ മാത്രമേ ലീഡ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് മത്സരിച്ചത് 60 സീറ്റിലാണ്. അവിടെ 14 എണ്ണത്തിൽ മാത്രമേ അവർക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. സീമാഞ്ചിലും NDA മുന്നേറ്റമാണ്. അതായത് ഈ സീമാഞ്ചൽ കോൺഗ്രസിന് ആധിപത്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോലും NDAക്കാണ് മുൻതൂക്കം എന്ന് പറയുന്നത്. ഇതിനിടയിലാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തുന്നത്. ബീഹാറിൽ വോട്ട് കൊള്ള നടന്നു എന്നാണ് പറയുന്നത്. അതായത് അവർ അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് RJD മഹാസഖ്യ രംഗത്തെത്തുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലം പുതുക്കുന്നത് BJP മുന്നിലെത്തുമ്പോൾ എന്നുള്ളതാണ്. ഇവിടെയും വോട്ടുകൊള്ള ആരോപിച്ച് രംഗത്തെത്തുന്നു. എന്തായാലും അരുൺകുമാർ അടക്കമുള്ളവർ കരഞ്ഞിട്ട് കാര്യമില്ല. സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും എന്ന് പറയുന്നത് പോലെ BJP അറിഞ്ഞു കളിച്ചാൽ അവർ ജയിക്കും. അത് നിങ്ങൾ വോട്ട് ചോരിയെന്നോ മറ്റേതെങ്കിലുമൊക്കെ പേരിട്ട് വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജയിച്ചതെന്ന് തന്നെയല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. തോൽക്കേണ്ട ഒരു സമയം വരട്ടെ, നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു പ്രാർത്ഥിക്കൂ. അപ്പോൾ ചിലപ്പോൾ തോൽക്കുമായിരിക്കും, അല്ലാതെ തോൽക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തായാലും നമുക്ക് ഇപ്പൊ ഫലം ഏകദേശമൊക്കെ ഒന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. ബീഹാറിൽ NDA തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവിടെ താമരപ്പാടം ഇങ്ങനെ പൂത്തുലഞ്ഞ് ആ കാറ്റത്ത് ഇങ്ങനെ ആടി ഉലഞ്ഞ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ വീശട്ടെ, അത്ര പെട്ടെന്നൊന്നും ആ കാറ്റിൽ അത് എന്താ പറയുക, അത് പാറിപ്പറക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതായത് കൊഴിഞ്ഞു വീഴാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതിങ്ങനെ പൂത്തുലഞ്ഞ് തന്നെ